ഹലോ, നല്ല നമസ്കാരം. കാളിദാസ്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന അന്വേഷണം. 2019 പുറത്തിറങ്ങിയ വലിയ ശ്രദ്ധ നേടിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാളിദാസിന്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രം. ആദ്യ ഭാഗത്തിന്റെ സംവിധായകൻ ശ്രീ സെന്തിലാണ് നായകനായ ഭരതിനെ വീണ്ടും അവർ രണ്ടുപേരും കൂടി ഒരുമിക്കുന്ന വളരെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ്. വളരെ പ്രതീക്ഷ കൂടി തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഒരു വലിയ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനുള്ളിൽ നടക്കുന്ന ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ ആധാരം എന്ന് പറയുന്നത്. അവിടെ ഒരു ദമ്പതികളുടെ 3.5 വയസ്സുള്ള മകൾ മിത്ര ഒരു ചടങ്ങിനിടെ അപ്രതീക്ഷിതമായി കാണാതാവുകയാണ്. പോലീസ് ഓഫീസറായിട്ടുള്ള കാളിദാസ് ഈ കേസ് ഏറ്റെടുക്കുന്നു. അന്വേഷണത്തിനിടയിൽ അപ്പാർട്ട്മെന്റിലെ ഒരു ജൂനിയർ വക്കീലിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നതോടുകൂടിയാണ് കഥ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ നഗരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഈ തിരോധാനവും തമ്മിലുള്ള ബന്ധം സിനിമ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ചില മുൻവിധികൾക്കെതിരെയും ഈ സിനിമ വിരൽ ചൂണ്ടിയാണ്. ഒരാളുടെ നിറം, വേഷം അല്ലെങ്കിൽ പെരുമാറ്റം എന്നിവയെ നോക്കി അയാൾക്ക് ഒരു കുറ്റവാളിയാണ് എന്ന് സമൂഹം എങ്ങനെയാണ് മുദ്ര കുത്തുന്നത്? ആ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ ഒരാളെ കുറ്റക്കാരനായി കാണുന്ന രീതിയെ ചിത്രം നന്നായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു ഹൈ മൂവ്മെന്റ് കാരണം എനിക്ക് വീണ്ടും ഇതിന്റെ 3-ാം പാർട്ടിലേക്ക് വളരെയധികം ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ്. ഭരത് പക്വതയുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. തന്റെ ജോലിയിൽ ആത്മാർത്ഥതയുള്ള, അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങളില്ലാതെ കേസുകളെ സമീപിക്കുന്ന കാളിദാസനായി അദ്ദേഹം നന്നായിട്ട് തന്നെ തിളങ്ങിയെന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഭവാനി ശ്രീ, ആ ഒരു യുവ IPS ഓഫീസറുടെ വേഷം ഭവാനി ശ്രീ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. തുടക്കക്കാരി എന്നുള്ള നിലയിലുള്ള ഒരു പതർച്ചകളും എന്നാൽ അധികാരത്തിന്റെ ഗാംഭീര്യവും അവൾ മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചു എന്ന് തന്നെ പറയാം. മറ്റു താരങ്ങളായിട്ടുള്ള പുതുമുഖ നടൻ അജയ് കാർത്തികയുടെ സൈക്കോ വേഷം വളരെയധികം ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഗീത്, പിന്നെ അബർദാനി, കിഷോർ, പ്രകാശ് രാജ് തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടെങ്കിലും പലർക്കും സ്ക്രീനിൽ വേണ്ടത്ര സ്പേസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. സംവിധായകൻ ശ്രീസന്തിൽ ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു നല്ലൊരു തിരക്കഥ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ ത്രില്ലർ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു. പിന്നെ ഇതിന്റെ സിനിമയുടെ അവസാന ഭാഗത്തോട്ട് വരുന്ന ഒരു 2 പ്രധാന ട്വിസ്റ്റുകൾ എനിക്ക് ഗംഭീരമായിട്ട് തോന്നി. കുറ്റവാളി ആരാണെന്ന് അവസാന നിമിഷം വരെ ഒരു രഹസ്യമായി സൂക്ഷിക്കുവാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളാരും പെർഫെക്റ്റ് അല്ല എന്നുള്ള ആശയത്തിൽ തുടങ്ങുന്ന സിനിമ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകേണ്ട മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ഈ അന്വേഷണത്തിന് പുറകെ നമ്മളും കൂടെ പോവുകയാണ് പിന്നെ കാളിദാസനോടൊപ്പം. ആ ഒരു തിരക്കഥയിലെ ഒരു ഗാംഭീര്യത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ആ ഒരു ഡൈനാമിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനുള്ളിൽ അധികാരത്തിന്റെ വടംവലി, ആ ഒരു ഭാരത്തിന്റെ അല്ലെങ്കിൽ ആ കഥാപാത്രം നേരിടുന്ന അപമാനങ്ങളും അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ സ്വല്പം കൂടി റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സാംസിയുടെ സംഗീതം ഇത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പശ്ചാത്തല സംഗീതം ഗംഭീരമായിട്ട്, പാട്ട് എനിക്ക് വലിയ സുഖം തോന്നിയില്ലെങ്കിലും ചിലയിടത്തൊക്കെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഹൈ ഇതായിട്ട് ഞാൻ ഇതിൽ കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു ഇടുങ്ങിയ ആ രാത്രികളിലെ ഇൻവെസ്റ്റിഗേഷൻ സീനുകൾ മികച്ച രീതിയിൽ ചിത്രീകരിക്കുവാൻ ക്യാമറമാനെ സഹായിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ വേഗത സ്വല്പം കുറവാണ്, പക്ഷെ ബാക്കി ഉള്ള ഭാഗത്തൊക്കെ എഡിറ്റിംഗ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിന്റെ നെഗറ്റീവായിട്ട് തോന്നിയത് സിനിമയുടെ തുടക്കത്തിൽ കഥയിലേക്ക് കടക്കാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. ആ ഒരു 2-ാം പകുതിയിലെ ചില പാട്ടുകൾ, അതോടൊപ്പം തന്നെ ഫ്ലാഷ് ബാക്ക്, അതൊക്കെ ഒരു അസ്വസ്ഥത ഉളവാക്കി. ആ കാര്യം അതിന് വലിയ ഇതൊന്നുമില്ല. പിന്നെ ലോജിക്കും ഇല്ല എന്നുള്ളതാണ് ആ ഒരു ടെൻഷൻ സീനുകളൊക്കെ വളരെയധികം ആ ഒരു ലോജിക്ക് കാരണം അതത്രയും ഗാംഭീരമായിട്ടുള്ള ഒരു ടെൻഷൻ ഉളവാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യ ഭാഗമുള്ള ഇതുമായിട്ട് നമ്മൾക്ക് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് 2-ാം ഭാഗത്ത് പൂർണ്ണമായിട്ടും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ചുരുക്കത്തിൽ ഒരു ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ കാണാൻ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് കാളിദാസ് നല്ലൊരു അനുഭവമായിരിക്കും. യാതൊരു സംശയമില്ല. പിന്നെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയത്തെയാണ് ഇതിൽ കൊണ്ടു നിർത്തുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ഹൈ എലമെന്റ് അവസാനം എൻഡിൽ കൊണ്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ 3rd പാർട്ട് വന്നാലും ഞാൻ പോയി കാണും. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമേ ഇത് 2nd പാർട്ട് ദഹിക്കത്തുള്ളൂ എന്നില്ല.
കാരണം ഫ്രഷ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഈ സിനിമ സെക്കൻഡ് പാർട്ട് കണ്ടാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം ഇതൊന്നും റിലേറ്റ് ആയിട്ടല്ല, ഫസ്റ്റ് പാർട്ടുമായിട്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെ കാളിദാസ് ആരാണ് എന്ന് ഫസ്റ്റ് പാർട്ടിൽ ഒന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാളിദാസ് സെക്കൻഡ് പാർട്ട് എനിക്ക് പിന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നാലും ഒരു 2.8 അല്ലെങ്കിൽ 3, മാക്സിമം 3 വരെ കൊടുക്കാം. 5-ൽ ഒരു 3 മാർക്ക് കൊടുക്കാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് കാളിദാസ് 2. താങ്ക് യു.